ഹലോ നമസ്കാരം. ക്രിസ്തുമസും ന്യൂ ഇയറൊക്കെ വരാൻ പോവല്ലേ. സൂപ്പർനോവയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട് കുറുമയാണ്, അത് സ്പെഷ്യൽ മട്ടൻ കുറുമയാണ്. അത് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് കാണാം. 250 ഗ്രാം മട്ടനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സബോള എടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു തക്കാളി വേണം, അത് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ച് വലിപ്പമുള്ള പകുതി ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ഒരു മീഡിയം സൈസ് പീസുകളാക്കി കട്ട് ചെയ്യുക. മട്ടൻ ഒരു 250 ഗ്രാം ഉണ്ട്, അത് ഇതാ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 10-20 ചുവന്നുള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചതക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. ഇതൊക്കെ നേരത്തെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും വീണ്ടും ഒന്ന് പറയുകയാണ്. ഒരു പകുതി, ഒരു 6 ഇഞ്ച് കഷ്ണത്തിൻ്റെ ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു തക്കാളി ഉണ്ട്, 2 ടീസ്പൂൺ സൂപ്പർനോവയുടെ മട്ടൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്, 1 ടേബിൾ സ്പൂണ് തൈര്, ഉപ്പ് നിങ്ങളുടെയൊക്കെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി കൈ കൊണ്ട് തന്നെ നമുക്ക് തിരുമ്പി ഇതാക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയുള്ളൂ. നമ്മൾ കയ്യിലൊക്കെ വെച്ച് ഇതാക്കുമ്പോൾ ആ ഇറച്ചിയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കുക്കർ അടയ്ക്കുകയാണ്. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇനി കുക്കറിലെ മട്ടൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഒരു 10-12 അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്, സസ്മി സീഡ്സ് 1 ടേബിൾ സ്പൂൺ കുതിർത്തി വെച്ചിട്ടുണ്ട്, ഒരു പിടി മല്ലിയിലയും കൂടെ നന്നായി അരച്ചിട്ട് തേങ്ങാപ്പാലിൽ ചായച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മട്ടനിലേക്ക് നമ്മൾ കുറച്ച് സവോളയും കാഷ്യും കൂടെ ഫ്രൈ ചെയ്തിടുന്നുണ്ട് കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് മതി. അതിലേക്ക് നമുക്ക് ഒരു പകുതി സവോള മതി. നമ്മുടെ സവോള ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കാഷ്യും, ഒരു 5-6 കാഷ്യും, കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മട്ടനിലേക്ക് ഇത് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മല്ലിയിലയും വെള്ള എള്ളും കൂടി അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം നേരം വെക്കേണ്ട, നമുക്ക് ഒന്നൊന്ന് പതഞ്ഞ് വന്നാൽ മതി. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മറ്റേ സബോളയും അണ്ടിപ്പരിപ്പും മല്ലിയിലയും കൂടെ വേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി മട്ടൻ കുറുമ സൂപ്പർനോവയുടെ മട്ടൻ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കമൻസ് ഒക്കെ ഇടുക കേട്ടോ, എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ. സൂപ്പർനോവ, പാചകം ആനന്ദകരമാണ്.